നമസ്കാരം. ഭൂമിയിൽ ഉടലെടുക്കുന്ന ഓരോ ജീവനും ഒരു നിശ്ചിത കാലയളവിന് ശേഷം തിരിച്ചു മടങ്ങണം. എവിടെ നിന്നാണോ ജീവൻ ലഭിക്കുന്നത് അവിടേക്ക് തന്നെ മടങ്ങും. അതിന് ശാസ്ത്രവും മതവും രണ്ട് വിശദീകരണങ്ങളാണ് നൽകുന്നത്. പക്ഷേ ശാസ്ത്രത്തിനോ മതത്തിനോ മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങൾക്കോ ഒന്നും മരണത്തെ തടയാൻ കഴിയില്ല. മനുഷ്യനാണെങ്കിലും മൃഗമാണെങ്കിലും സസ്യങ്ങളാണെങ്കിലും ക്ഷുദ്രജീവികളാണെങ്കിലും മരിച്ചേ മതിയാവൂ. ഓരോരുത്തർക്കും ഓരോ കാലയളവാണ്. രോഗവും അപകടവും ഉണ്ടായില്ലെങ്കിൽ മനുഷ്യന് കുറഞ്ഞത് 80 വയസ്സ് വരെ ജീവിക്കാൻ കഴിയും. 80 വയസ്സ് വരെ ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്നു എന്നതാണ് ഭൂമിയിൽ ജനിക്കപ്പെട്ട ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. അതിനുശേഷം എത്ര ആരോഗ്യമുള്ള ആളാണെങ്കിലും മരണത്തിലേക്കുള്ള തയ്യാറെടുപ്പ് ആരംഭിക്കുകയാണ്. മനുഷ്യൻ അവൻ ചെയ്ത പ്രവർത്തികളെക്കുറിച്ച് ഓർത്ത് സുഖമരണത്തിന് വേണ്ടി കാലം തള്ളി നീക്കുന്നു. എല്ലാ മനുഷ്യൻ്റെയും പ്രാർത്ഥന ആരെയും ആശ്രയിക്കാതെ സ്വന്തം കാര്യങ്ങൾ, ഭക്ഷണം കഴിക്കുന്നതും ടോയ്ലറ്റിൽ പോകുന്നതും അടക്കം സ്വന്തം കാര്യങ്ങൾ ആരെയും ആശ്രയിക്കാതെ ചെയ്യുന്നത്രയും കാലം മാത്രം ജീവിക്കാൻ കഴിയുക എന്നതാണ് എല്ലാ മനുഷ്യൻ്റെയും പ്രാർത്ഥന. അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് മരിച്ചാൽ അതിനെയാണ് നമ്മൾ ഭാഗ്യമരണം എന്ന് പറയുന്നത്. പക്ഷെ എല്ലാവർക്കും ആ ഭാഗ്യമരണം ഉണ്ടാവില്ല. ദീർഘകാലം കിടക്കയിൽ രോഗചികിത്സയുടെ ഭാഗമായി കഴിയേണ്ടി വരും. ആരെങ്കിലുമൊക്കെ സംരക്ഷിക്കേണ്ടി വരും. ആരാണ് സംരക്ഷിക്കേണ്ടത്? പ്രകൃതി അതിന് കൃത്യമായൊരു ഉത്തരം നൽകിയിട്ടില്ല. എന്നാൽ മനുഷ്യൻ വളർത്തിയെടുത്ത ധാർമ്മിക മൂല്യത്തിൻ്റെ ഭാഗമായി വൃദ്ധജനങ്ങളെ സംരക്ഷിക്കേണ്ടത്, പ്രത്യേകിച്ച് മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടത് പുതിയ തലമുറയുടെ മക്കളുടെ ബാധ്യതയാണ്. അത് ബാധ്യതയായി കരുതുന്നിടത്താണ് പ്രശ്നം. നേരെ മറിച്ച് അതൊരു അവകാശമായി, അഭിമാനമായി കരുതുന്നിടത്ത് സന്തോഷമുണ്ടാവും. എന്നാൽ ബാധ്യതയായി കരുതുമ്പോൾ അസ്വാരസ്യമുണ്ടാവും. ഈ കിടക്കുന്ന ആളെ സംരക്ഷിക്കുന്നത് ബുദ്ധിമുട്ടായി മാറും. പാശ്ചാത്യ രാജ്യങ്ങൾ ഇത്തരമൊരു സംഘർഷത്തെ ഇല്ലാതാക്കാൻ ഒരു ഘട്ടം കഴിഞ്ഞാൽ വൃദ്ധജനങ്ങളുടെ സംരക്ഷണം സ്റ്റേറ്റ് ഏറ്റെടുക്കുന്നു. അതിൻ്റെ ഭാഗമായി നഴ്സിംഗ് ഹോമുകളിലേക്കും കെയർ ഹോമുകളിലേക്കും മാറുന്നു. സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയുള്ളപ്പോൾ തന്നെ ഒരു നിശ്ചിത പ്രായത്തിന് ശേഷം എത്ര പ്രമുഖനാണെങ്കിലും കെയർ ഹോമുകളിലേക്ക് മാറുകയാണ്. അവിടെ പണം കൊടുത്ത് കൃത്യമായി പരിശീലനം സിദ്ധിച്ച നഴ്സുമാരും കെയറർമാരും അവരെ സംരക്ഷിക്കും. മക്കൾ ഇടയ്ക്കിടെ വന്ന് കാണും, അവർക്ക് വേണ്ടതൊക്കെ വാങ്ങിക്കൊടുക്കും, അവരോടൊപ്പം പുറത്തു പോവും. എന്നാൽ അങ്ങനെ ഒരു സംസ്കാരം നമുക്കില്ല. നമ്മൾ കെയർ ഹോമുകളെ, നഴ്സിംഗ് ഹോമുകളെ വിളിക്കുന്നത് പോലും വൃദ്ധസദനം എന്നാണ്. എന്ന് വെച്ചാൽ ആർക്കും വേണ്ടാത്ത വൃദ്ധന്മാരെ കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലം എന്നർത്ഥത്തിൽ. അതുകൊണ്ടാണ് മോഹൻ എന്നോ മറ്റോ പേരുള്ള ഒരു നടൻ ഇപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട വൃദ്ധസദനത്തിലായി എന്ന തരത്തിൽ വലിയ വാർത്തകൾ നമ്മൾ കൊടുക്കുന്നത്. ഇതിൻ്റെ ശരിതെറ്റുകൾ ഇനിയും ഡിബേറ്റ് ചെയ്യേണ്ടത് തന്നെയാണ്. എന്നാൽ ചില മക്കളുണ്ട്, ദുഷ്ടരായ ചില മക്കൾ. അവർ മാതാപിതാക്കളുടെ സ്വത്തും സൗകര്യങ്ങളും അനുഭവിച്ചതിന് ശേഷം അവരെ പുറത്താക്കും. അവരുടെ സ്വത്തുക്കൾ അവർ കൈവശപ്പെടുത്തും, എല്ലാം എഴുതി വാങ്ങും. എന്നിട്ട് ഇവരെ നോക്കുകയേയില്ല. ഇവരെ വീടിൻ്റെ എവിടെയെങ്കിലും തള്ളും. പറ്റിയാൽ ഇവരെ പടിയിറക്കി തെരുവിലേക്ക് അയക്കും. അല്ലെങ്കിൽ അവരുടെ താല്പര്യം നോക്കാതെ ഏതെങ്കിലും വൃദ്ധസദനത്തിൽ കൊണ്ടെറിയും. അങ്ങനെ ഒരു ദയയുമില്ലാത്ത ഒരുപാട് മനുഷ്യർ. നിയമത്തിൻ്റെ മുൻപിൽ സ്വത്തുക്കളുടെ അവകാശം മക്കൾക്കോ കൊച്ചുമക്കൾക്കോ ഒക്കെ ലഭിച്ചു കഴിയുമ്പോൾ ഇവരെ സംരക്ഷിക്കേണ്ട ബാധ്യത തങ്ങൾക്കില്ല എന്ന അർത്ഥത്തിലാണ് ഈ എറിഞ്ഞു കളയൽ. മക്കളും കൊച്ചുമക്കളും ഒക്കെ തെരുവിലിറക്കിയ മാതാപിതാക്കളുടെ കഥന കഥകൾ നമ്മൾ മാധ്യമങ്ങളിൽ കേൾക്കുന്നതും കാണുന്നതും അങ്ങനെയാണ്. അതിന് ഒടുവിൽ അറുതി വരികയാണ്. രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠം ഒരു പരിഹാരമുണ്ടാക്കിയിരിക്കുന്നു. മക്കളുടെയോ കൊച്ചുമക്കളുടെയോ ഒക്കെ ബാധ്യതയാണ് മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടത് എന്ന് അസന്നിഗ്ധമായി കോടതി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഏതെങ്കിലും മക്കളോ കൊച്ചുമക്കളോ മാതാപിതാക്കളെ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടാൽ ആ ഇറക്കിവിട്ടവരുടെ സ്വത്ത് പിടിച്ചെടുത്ത് ഈ മാതാപിതാക്കളെ അവിടെ താമസിപ്പിച്ച് മക്കളെ പുറത്തിറക്കാൻ കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. ഈ നിയമ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തത് ഉത്തർപ്രദേശിലെ ലക്നൌവിലെ വികാസ് നഗറിൽ താമസിക്കുന്ന രവികാന്ത് ഗുപ്തയാണ്. രവികാന്ത് ഉണ്ടാക്കിയ സ്വത്ത് രവികാന്തിൻ്റെ മകനെ ഏൽപ്പിക്കുന്നു. മകൻ പക്ഷേ അപ്പനെ നോക്കാൻ തയ്യാറാണ്, പക്ഷേ അപ്പൻ്റെ അമ്മയെ നോക്കാൻ തയ്യാറല്ല. 81-കാരിയായ വീട്ടമ്മയെ ഇറക്കി വിടുകയാണ്. താൻ അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്തിൽ തൻ്റെ അമ്മയ്ക്ക് താമസിക്കാൻ അവകാശമുണ്ട് എന്ന് പറഞ്ഞ് രവികാന്ത് സമീപിക്കുന്നത് വയോജന ട്രൈബ്യൂണലിനെയാണ്. ഇക്കാര്യം ഞാനൊന്ന് വിശദീകരിക്കട്ടെ. 2007 നിലവിൽ വന്ന രാജ്യത്തെ ഒരു നിയമമനുസരിച്ച് എല്ലാ സബ് ഡിവിഷനുകളിലും ഓരോ വയോജന ട്രിബ്യൂണലുണ്ട്. നമ്മളിൽ പലർക്കും അതിനെക്കുറിച്ച് അറിയില്ല. പോലീസിലും കോടതിയിലും ഒന്നും പോവേണ്ട കാര്യമില്ല. നമുക്ക് വയോജന ട്രിബ്യൂണലിൽ പോകാം. ഞാനിന്ന് എൻ്റെ പരിചയക്കാരൻ ഒരു തഹസീൽദാരെ വിളിച്ച് അതിൻ്റെ വിശദാംശങ്ങൾ കൂടുതൽ ചോദിച്ചു. ഓരോ ജില്ലയിലും ഒന്നിലധികം സബ് ഡിവിഷനുകൾ ഉണ്ടാവും. എന്ന് വെച്ചാൽ
ഒന്നിലധികം താലൂക്കുകളുടെ ഒരു സംയോജനമാണ് സബ് ഡിവിഷൻ. ഈ സബ് ഡിവിഷന്റെ ചുമതലക്കാരൻ RDO ആണ്. ഉദാഹരണത്തിന് പത്തനംതിട്ടയിൽ തിരുവല്ലയും അടൂരും 2 RDO ഡിവിഷനുകളാണ്. എല്ലാ താലൂക്കുകളും ഈ രണ്ടിന്റെയും കീഴിൽ വരും. ഈ RDO അല്ലെങ്കിൽ ഡെപ്യൂട്ടി കളക്ടർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് കളക്ടർ പ്രൊമോഷനാണ്. RDOയുടെ ചുമതലയാണ്. പലപ്പോഴും ഒരു ജില്ലയിൽ ഒരു ഡെപ്യൂട്ടി കളക്ടർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് കളക്ടർ കാണും, അല്ലെങ്കിൽ ഒരു RDO കാണും. RDOക്ക് പ്രൊമോഷൻ കിട്ടി ഡെപ്യൂട്ടി കളക്ടർ ആവും. ഒരു IAS കാരൻ പ്രാഥമികമായി ജോലി തുടങ്ങുന്ന അസിസ്റ്റന്റ് കളക്ടറായ. അപ്പം ഈ RDO സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ആണ്. ഈ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന്റെ നേതൃത്വത്തിലാണ് ഈ വയോജന ട്രിബ്യൂണൽ പ്രവർത്തിക്കുന്നത്. അതിന് RDO കോടതി എന്ന് നമ്മൾ പറയുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യമുണ്ടെങ്കിൽ RDO കോടതിയാണ് സമീപിക്കേണ്ടത്. RDO കോടതിയാണ് ഉത്തരവിടേണ്ടത്. അത് നിയമപരമായി നിലനിൽക്കുന്നതാണ്. എന്തായാലും ഈ രവികാന്ത് ഗുപ്ത ലക്നൌവിലെ RDO കോടതിയെ സമീപിച്ച് പറഞ്ഞു, എൻ്റെ സ്വത്തിൽ എൻ്റെ അമ്മയ്ക്ക് കൂടി താമസിക്കാൻ അവകാശമുണ്ട്, കൊച്ചുമകൻ സമ്മതിക്കുന്നില്ല. ഈ RDO കോടതി ഉത്തരവിട്ടു, കൊച്ചുമകനെയും ഭാര്യയെയും മക്കളെയും ഇറക്കിവിടാൻ. അമ്മയ്ക്ക് താമസിക്കാനുള്ള അവകാശമുണ്ട്, അത് അനുവദിക്കുന്നില്ലെങ്കിൽ അവരെ പുറത്താക്കാൻ ഉത്തരവിട്ടു. ഈ രവികാന്തിന്റെ മകനും മരുമോളും അലഹബാദ് ഹൈക്കോടതി സമീപിച്ചു. ഹൈക്കോടതി അത് റദ്ദ് ചെയ്തു. കാരണം ഇപ്പോൾ നിയമപരമായി ഈ സ്വത്ത് രവികാന്തിന്റെ മകന്റെ പേരിലാണ്. അതുകൊണ്ട് ഹൈക്കോടതി അത് റദ്ദ് ചെയ്തു. റിവ്യൂ പെറ്റീഷൻ കൊടുത്തു. റിവ്യൂ പെറ്റീഷനും വിജയിച്ചില്ല. ഇതിനെതിരെ രവികാന്ത് ഗുപ്ത സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതി അതിൽ ഇന്നലെ അന്തിമ വിധി പ്രഖ്യാപിച്ചു. അന്തിമ വിധിയിൽ പറഞ്ഞത് RDO കോടതിയുടെ തീരുമാനം ഉചിതമാണ്. വൃദ്ധജനങ്ങൾക്ക് അന്തസ്സായി ജീവിക്കാൻ അവകാശമുണ്ട്. അത് ഭരണഘടനാദത്തമായ അവകാശമാണ്. അവരുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പരിചയം, അവരുടെ അറിവ് അല്ലെങ്കിൽ നോളജ്, ഇത് രണ്ടും പരിഗണിക്കണം. അവരെ ആദരിക്കേണ്ടത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ബാധ്യതയാണ്, നമ്മുടെ മോറൽ ഡ്യൂട്ടിയാണ്. അവർ ഈ സമൂഹത്തിന് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തവരാണ്. അവർ ജീവിതാന്ത്യത്തിലേക്ക് കടക്കുമ്പോൾ അന്തസ്സായി ജീവിക്കാനും മരിക്കാനും അവർക്ക് അവകാശമുണ്ട്. ആ ഉത്തരവാദിത്വം നിറവേറ്റേണ്ടത് മക്കളും കൊച്ചുമക്കളും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും മക്കളോ കൊച്ചുമക്കളോ വൃദ്ധർക്ക് അന്തസ്സായി ജീവിക്കാനും മരിക്കാനുമുള്ള അവകാശം നിഷേധിച്ച നിയമപരമായ അവകാശികളെ ഇറക്കി വിടുക, എന്നിട്ട് വൃദ്ധജനങ്ങൾക്ക് സുഖമായി ജീവിക്കാൻ സൗകര്യമൊരുക്കി കൊടുക്കുക എന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു. അതിനിർണായകമാണ് ഈ ഉത്തരവ്. ഇനി വൃദ്ധജനങ്ങൾ സുരക്ഷിതരാണ്. നിങ്ങളുടെ സ്വത്തുക്കൾ മക്കൾക്ക് എഴുതി കൊടുത്തു എന്നോർത്ത് വിലപിക്കേണ്ടതില്ല. അതിൻ്റെ പേരിൽ നിങ്ങളെ ഇറക്കിവിടാൻ കഴിയില്ല. ഇറക്കിവിട്ടാൽ നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള RDOയെ സമീപിക്കുക. നിങ്ങൾക്ക് അതിനുള്ള ആരോഗ്യമില്ലെങ്കിൽ ഏതെങ്കിലും പൊതുപ്രവർത്തകനോട് പറയുക. അതിൻ്റെയും ആവശ്യമില്ല. ഇതിനു വേണ്ടി ഒരു ഹോട്ട് ലൈൻ ഉണ്ട്, 14567. വാസ്തവത്തിൽ ഇത്തരം ടോൾ ഫ്രീ നമ്പറുകളൊക്കെ വരുമ്പോൾ എനിക്കൊരു സംശയമുണ്ടായിരുന്നു, ഇതിൻ്റെ പുറത്ത് വല്ല കോഡും ചേർക്കണം. ഞാൻ എന്തായാലും ഇന്ന് രാവിലെ 14567 വിളിച്ചു. 7:45 ഞാൻ വിളിച്ചത്. അതുകൊണ്ട് പറഞ്ഞു 8 മണി മുതൽ വൈകുന്നേരം 8 മണി വരെയാണ് വിളിക്കേണ്ടത് എന്ന അറിയിപ്പ് എനിക്ക് കിട്ടി. എന്ന് വെച്ചാൽ ആ ടോൾ ഫ്രീ നമ്പർ പ്രവർത്തിക്കുന്നുണ്ട്. രാവിലെ 8-നും വൈകുന്നേരം 8-നും ഇടയിൽ വിളിച്ചാൽ ആരെങ്കിലും എടുക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ പിന്നീട് വിളിച്ചില്ല. എന്നാൽ ഈ നമ്പർ വിളിച്ചാൽ മതി, നിങ്ങളുടെ അഡ്രസ്സ് പറഞ്ഞാൽ മതി. നിങ്ങളെ സഹായിക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട്, അവർ നിങ്ങളെ സഹായിക്കും. അങ്ങനെ നിങ്ങൾക്ക് അന്തസ്സായി ജീവിക്കാൻ അവകാശമുണ്ടാവും. ഏതെങ്കിലും മാതാപിതാക്കളെ, ഏതെങ്കിലും വൃദ്ധജനങ്ങളെ ആരെങ്കിലും ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ 14567 വിളിച്ചു പറയുക, നിങ്ങൾക്ക് ജീവിക്കാൻ അവകാശമുണ്ട്. ആ അവകാശത്തിന് മേൽ എന്ത് കോടതി വിധി വന്നാലും ഇനി അത് സാധുവല്ല. കാരണം സുപ്രീം കോടതി വിധി എല്ലാവർക്കും ബാധകമാണ്. ഈ സുദിനത്തിലെ ഏറ്റവും സുപ്രധാനമായ വാർത്ത ഇതാണെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എല്ലാ വൃദ്ധജനങ്ങൾക്കും എൻ്റെ ആശംസകളും പ്രാർത്ഥനകളും.